ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഫാൻസി ഷോപ്പിൽ നിന്ന് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡുകൾ എനിക്ക് തന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു അത് ഒന്ന് നല്ല ഭംഗിയാക്കി തരാൻ പറ്റുമോ, അതിനുള്ള റേറ്റ് എത്ര ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെനിക്ക് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് തന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് അന്നൊക്കെ വേണമെങ്കിൽ നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡ് ആയിരിക്കും. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് ഓൾഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് കംപ്ലൈൻറ്റ് വന്നുകൊണ്ട് ഇനി സെയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് പുതിയതാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ കുറച്ച് ഹെയർ ബാൻഡുകൾ പുതിയതാക്കുന്നത് നമുക്കിന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതായത് നമ്മൾ എങ്ങനെ കസ്റ്റമേഴ്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കുക, എങ്ങനെ സെയിൽ ചെയ്യുക, എങ്ങനെ നമ്മളത് കൊറിയർ അയച്ചു കൊടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതാ ഇത്രയും ഹെയർ ബാൻഡ് ഒരു 12-13 ഹെയർ ബാൻഡൊക്കെ എനിക്കിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരുന്നു. അപ്പോൾ നമുക്കത് ഒന്ന് പുതിയതാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബ്ലൂ സാറ്റിൻ കവേർഡ് ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. അതിലെൻ്റെ കയ്യിലുള്ള ഈ ഒരു 3 ഫ്ലവേഴ്സാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നോർമലായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ താഴെ ക്യാൻവാസിൻ്റെ പീസും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ബ്ലൂ കളർ ഞാൻ എടുത്തത് ഈ ഒരു ഹെയർ ബാൻഡ് ബ്ലൂ ആയതുകൊണ്ട് അതിൽ മാച്ച് ആയത് എടുത്തതാണ് കേട്ടോ. പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കലുണ്ട് കസ്റ്റമേഴ്സ് എങ്ങനെ ഉണ്ടാക്കുക, അതുപോലെ തന്നെ നമുക്ക് സെയിലാവുന്നില്ല, ഉണ്ടാക്കി വെച്ച ഹെയർ ബാൻഡുകളൊന്നും സെയിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കസ്റ്റമേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇന്ന് തുടങ്ങിയ കാര്യം എല്ലാവരും ഒന്ന് അറിയിക്കണമല്ലോ, അതാണ് മെയിനായിട്ട്. നമ്മൾ സ്റ്റാറ്റസുകളിലൂടെ അതുപോലെ തന്നെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ട് പിന്നെ സോഷ്യൽ മീഡിയ വഴി ഇൻസ്റ്റാഗ്രാമൊക്കെ വഴി നമുക്കിത് ഷെയർ ചെയ്തിട്ട് എല്ലാവരും അറിയിക്കാം. അപ്പോൾ തന്നെ കുറച്ചൊക്കെ കസ്റ്റമേഴ്സിനൊക്കെ കിട്ടും. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല റേറ്റ് ഒന്നും കൊടുക്കാതെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്, നമുക്കും നഷ്ടം വരാത്ത രീതിയിൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ നമുക്ക് അന്വേഷിച്ചിട്ട് കൊടുക്കാൻ പറ്റും. കുറഞ്ഞ റേറ്റിന് മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ ഷോപ്പിൽ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ല എങ്കിൽ ഷോപ്പിലത്തവർക്ക് നല്ല റേറ്റ് കുറച്ച് കിട്ടുമ്പോൾ അവർ വാങ്ങിക്കൂല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ ഫസ്റ്റത്തെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ക്യാൻവാസിൻ്റെ പീസൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ ഒട്ടിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഒട്ടി നിൽക്കും കേട്ടോ. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത് ഈ ഒരു കളറ് ഹെയർ ബാൻഡാണ്, പ്ലാസ്റ്റിക് വരുന്ന ഹെയർ ബാൻഡാണ്, വീതി കൂടിയ. നമ്മളിതിൻ്റെ ഗമ്മല്ല അതിൽ ഒട്ടിപ്പിടിപ്പിച്ച് വെച്ചിട്ടുള്ളത് റിമൂവ് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ച് ഉരുക്കി കൊടുത്താൽ ആ ഗമ്മ് പെട്ടെന്നൊന്ന് ഇളകി പോരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കിയ ഹെയർ ബാൻഡുകളൊക്കെ കൊറിയർ അയക്കുന്നത് പോസ്റ്റ് വഴി തന്നെയാണ് ഞാൻ അയക്കാറ്. നമ്മൾ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുള്ള കവറും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങണം. നമ്മൾ കുറഞ്ഞ റേറ്റിൻ്റെ കവറൊക്കെ വാങ്ങിച്ചാൽ മതി. അങ്ങനെ മാക്സിമം ചിലവൊക്കെ കുറച്ചിട്ട് നമ്മളത് പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ തന്നെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ക്യാഷ് അങ്ങനെയൊന്നും കിട്ടില്ലെങ്കിലും നമുക്ക് ആവശ്യത്തിന് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊന്നും നമുക്ക് വേറെ ആൾക്കാരോട് ചോദിക്കാതെ അങ്ങനെ ഒരു ചെറിയ വരുമാനം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും തുടങ്ങാം. നമ്മളെ കുട്ടികളൊക്കെ നമ്മളോട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ പറയുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു ചെറിയൊരു ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ തന്നെയല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോൺ റീചാർജ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വേറെ ആളോട് ക്യാഷ് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെറിയ ബിസിനസ്സൊക്കെ നമ്മൾ വീട്ടിൽ തുടങ്ങാൻ പറ്റും. പിന്നെ നമ്മളിത് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെറ്റീരിയൽ വാങ്ങുന്നത് തന്നെയാണ്. മെറ്റീരിയൽ വാങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ കുറഞ്ഞ റേറ്റിന് കിട്ടുന്നത് വാങ്ങിക്കുക. അപ്പോൾ അടുത്തുള്ള ഷോപ്പുകളിൽ തന്നെ നമ്മൾ കുറഞ്ഞ റേറ്റിന് എവിടെ നിന്നാണോ അവിടെ നിന്ന് വാങ്ങിക്കാം. പിന്നെ നമ്മൾ റീറ്റെയിലായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അത് ഫാൻസി ഷോപ്പുകളിലൊന്നും വാങ്ങിക്കില്ല, കാരണം അവർക്ക് അതിനായിട്ടും കുറഞ്ഞ റേറ്റിന് സാധനം കിട്ടുന്നതുകൊണ്ട്. പിന്നെ നമ്മൾ വലിയ എമൗണ്ടൊക്കെ ചിലവാക്കിയിട്ട് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരില്ലേ. നമ്മൾ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പ്രശ്നമില്ല, അങ്ങനെയൊക്കെ വാങ്ങിക്കാം. പക്ഷേ സെയിൽ ചെയ്യാനായിട്ട് വാങ്ങുമ്പോൾ കുറഞ്ഞ റേറ്റിന് മെറ്റീരിയൽ കിട്ടുന്നത് നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ നമ്മളിത് അവിടെ 2 ഹെയർ ബാൻഡ് റെഡിയാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ഹെയർ ബാൻഡ് ഒരു വീതി കൂടിയ ബ്ലാക്ക് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ കുറച്ച് ഗമ്മുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ലൈറ്റർ വെച്ച് നോക്കുകയാണ്. അപ്പോൾ അത്
ഒന്ന് ഉരുകിയാൽ അവിടെ തന്നെ ഒട്ടിച്ചു കൊടുക്കും. കാരണം നല്ല കട്ടിയിൽ ഗം അവിടെ ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റെഡ് കളർ ഫ്ലവർ ഞാൻ ഓർഗൻസ റിബൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണേണ്ടവർക്ക് അത് പോയിട്ട് കാണാം കേട്ടോ. അപ്പം ഇങ്ങനെ ആ ഫ്ലവർ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു 3 ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോവും പിന്നെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ എങ്ങനെ കൊറിയർ അയക്കുന്നതെന്നൊക്കെ ഉള്ള വീഡിയോ ഇൻഷാല്ല ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ഹെയർ ബാൻഡുകളൊക്കെ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അത് ഈ വീഡിയോ ലെങ്ത്ത് കൂടുതലാവുന്നത് കൊണ്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് കിറ്റുകൾ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ വേണ്ടവരൊന്ന് പോയിട്ട് കാണണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.